വർഷത്തിൽ എവിടെയെങ്കിലും ഒരു നിസ്കാരം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാകെ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം, ഉറങ്ങിപ്പോയി. ഒന്ന് നിസ്കരിക്കുന്ന ആളാണ്, ടൈമിന് നിസ്കരിക്കുന്ന ആളാണ്, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് അറിഞ്ഞില്ല. എന്നും രാവിലെ 7 മണിക്ക് നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞേട്ടോ. എന്നും രാവിലെ 8 മണിക്ക് ഒന്ന് കൈകി കൂട്ടിയിട്ട് സുബഹിക്കുന്ന ആളെ പറ്റിയല്ലേ ഞങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാരും. അപ്പോഴൊക്കെ ക്ലിപ്പായി തെറ്റിദ്ധരിക്കുന്ന കാലമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേദന പഴയ കാലം പോലെ വിചാരിക്കും വേദന നല്ല സുഖമാണ്, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം അടിവരയിൽ എവിടെയെങ്കിലും ഒരു കുറിപ്പ് കിട്ടുന്നോ നോക്കി നടക്കുകയാണ് ദുനിയാവാഹുവിനെ ഇഷ്ടപ്പെടുന്നത്. അവിടെ കട്ട് ചെയ്താൽ അതിങ്ങനെ പറഞ്ഞ അപ്പുറം നോക്കണ്ടേ, നമുക്കിത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നും രാവിലെ 7 മണിക്കോ 8 മണിക്കോ എണീറ്റ് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞു. എന്നും നിസ്കരിക്കുന്ന ആള് ക്ഷീണം കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റപ്പോഴേക്കും ആൾ ബേജാറായി. പഠിച്ചവനെ, എന്റെ സുബഹി എന്റെ ളുഹർ ഞാൻ ഇത്ര ഓർമ്മൊന്നും ഗതിയില്ലല്ലോ, വിളിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവര് വിളിച്ചിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, അന്ന് കുറച്ച് ഉറക്കം അങ്ങനെ ആയിപ്പോയി. നിസ്കരിച്ചാൽ മതി. അല്ലാഹു തആല അതിൽ ചോദ്യം ചെയ്ത് ശിക്ഷിക്കൂല. അല്ലാഹു അർഹമുർ റഹീമീനാണ്. ഇങ്ങനെ സംഭവിച്ചു. മറ്റൊന്നുള്ളത് മറതിയാണ്. കാരണം മറന്നുപോയി. ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ മറതി വരാലോ, മനുഷ്യനല്ലേ, മറന്നുപോയി. മൂന്നാമത്തൊരു കാരണമില്ല. ജോലിയോ രോഗമോ കല്യാണമോ ചികിത്സയോ യാത്രയോ ഒന്നും കാരണമില്ല. രോഗമൊന്നും കാരണമല്ല. വെറുതെ അങ്ങനെ ഗതികുത്തിരിക്കരുത്. അതെ, ആക്സിഡന്റ് ശരീരം മൊത്തം പറ്റിയാലും നിസ്കരിക്കണം. ഇയാൾ മൊത്തം ബാൻഡേജ് ഇട്ട് കിടക്കുന്ന ആളാണ്. എന്താ ഞാൻ പറഞ്ഞത്, ആയുസിൽ പ്രായപൂർത്തി എത്തിയിട്ട് ഒരു നിസ്കാരം നിങ്ങൾക്ക് ഈ 2 കാരണങ്ങൾക്കല്ലാതെ പോയിട്ടുണ്ടോ? ഉമ്മമാരെ പെങ്ങന്മാരെ, ഈ 2 കാരണങ്ങൾക്കല്ലാതെ ഒരു നിസ്കാരം നിങ്ങൾ സമയത്ത് തൊട്ട് പിന്തിച്ചിട്ടുണ്ടോ? തൗബയുടെ മനസ്സ് വേണം. പരിശുദ്ധമായ രാവുകളും രാത്രികളും പകലുകളുമാ വരുന്നത്. മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് പറയണം, നിസ്കരിച്ചാല് മാത്രം പോരാ. കാരണം നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് കള്ള് കുടിക്കുന്നതിന് സമാനമാണ്, വ്യഭിചരിക്കുന്നതിന് സമാനമാണ്, പലിശ ഭക്ഷിക്കുന്നതിന് തുല്യമാണ്, ചൂതാട്ടം നടത്തുന്നതിന് സമമാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിന് സമമാണ്. സഹോദരാ, അതൊക്കെ വൻകുറ്റങ്ങളായതുപോലെ ഇതും വൻകുറ്റമാ. മദ്യപാനം നിർത്തിയാൽ മാത്രം പോരാ, ചെയ്തതിന് ഖാലിസായ തൗബ ചെയ്യണ്ടേ. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ഇനി വെറുപ്പിക്കൂലാന്ന് തീരുമാനിച്ചാ പോരാ, ഉള്ള വെറുപ്പിന് അവരോട് പൊരുത്തപ്പെടിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്യണ്ടേ. അതുപോലെ നിസ്കാരം ഒഴിഞ്ഞവൻ നിസ്കരിച്ചാല് മാത്രം പോരാ, ഖാലിസായ തൗബ ചെയ്യണേ.